നമ്മള് ഫിനിഷിംഗ് പോയിന്റിൽ എത്തി കേട്ടോ. അയ്യോ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് ടെന്റ് അടിച്ചിട്ടുണ്ടോ നിൽക്കുന്നുണ്ടോ? ഇതല്ല വേറെ സൈഡിലൂടെ ആൾക്കാർ ടെന്റ് അടിക്കുന്നുണ്ടോ? ചെറിയൊരു കിച്ചണാണ് കേട്ടോ. കിച്ചണിൻ്റെ ഉള്ളിൽ നമ്മളുള്ളത്. പോർക്ക് അവിടെ നിന്ന് ആകുന്നുണ്ട്. പോർക്കിൻ്റെ ഇത് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മുട്ട പുഴുങ്ങിയ മുട്ട 50 റുപ്യാണ്. പിന്നെ ചോറും കറിക്കും 350 റുപ്യ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും ദൂരം ഇവർ സാധനങ്ങൾ കൊണ്ടുവരണം. അതാണ് കേട്ടോ കിച്ചൺ. ആ തൂങ്ങി ആടുന്നത് പന്നി ഇറച്ചിയാണ്. പന്നി സ്ലൈസ് ആക്കി വെച്ചിട്ട് ചൂടാക്കുന്നതാണ്. നമ്മൾ നിൽക്കുന്ന ഡോർമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ 2 ആൾക്കാർ 3 ആൾക്കാരാണ് ഫസ്റ്റ് കയറി വന്നത്. നമ്മളിവിടെ വന്ന ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ സ്റ്റെപ്പ് ചെയ്ത് നമുക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ ലാസ്റ്റ് ഓട്ടേന്ന് ഉണ്ടായത്. പക്ഷെ നേരെ നടക്കേണ്ട സ്ഥലം വന്നേരിച്ചിട്ട് ഞാൻ മുമ്പിൽ തീരെ അങ്ങാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എത്തി. അതൊന്നും ഡോർമെട്രി ഇവിടെ ഇരിക്കും. നമ്മൾ കിടക്കേണ്ടതെന്ന് അറിയില്ല. ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ വീടാണ്. നല്ല ഉറക്കക്ഷമുണ്ട്. എന്നാൽ തന്നെ നല്ല ഉറക്കക്ഷമുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ കൂടെ കിടക്കുന്നത്. എൻ്റെ കൂടെ വന്ന ബാക്കി 2 ആൾക്കാർ. ബാക്കി ആരും എത്തിയില്ല. അവർ പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് നടക്കുന്ന കളിക്കുന്നുണ്ട്. ഞാൻ പോകുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാൻ വിചാരിച്ചു. ഇപ്പം വെയിലും ഉണ്ട്. പക്ഷേ അങ്ങനെ വെയിലുണ്ട് എന്നിട്ടല്ല. വെയിൽ നല്ല തണുപ്പാണ്. അല്ലാണ്ടിരിക്കുമ്പോൾ നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മണിക്ക് തുടങ്ങിയ ട്രക്കിംഗ് ആയിരുന്നു. അതിപ്പോൾ കഴിയുമ്പോൾ ഏകദേശം 3 മണിയായി ഇപ്പം ടൈം. ഇവിടെ ഇരുടൊന്നുമില്ല. നമ്മൾ രാത്രി കിടക്കേണ്ട സ്ഥലം കേട്ടോ. ഇവിടെ കയറിയിട്ടാകുമ്പോൾ ഇതുണ്ടോ ക്യാമ്പ്. എന്താ പറയുക, മിലിറ്ററിക്കാർ ക്യാമ്പില്ല അതേപോലെ ഉള്ളത്. ഇത് ഫുള്ള് ഇതാ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കിടക്കണം. അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറയാൻ പറ്റൂല. അത് കുറച്ചും കൂടി ബെറ്ററാ. ഇതൊക്കെ ഇവിടെ നമ്മളിന്ന് കിടക്കണം. മലയാളിയില്ല, തമിഴില്ല, പഞ്ചാബിയില്ല, ഹിന്ദിയില്ല, ഒന്നുമില്ല. എല്ലാവരും ഒന്ന് കുറേ നാട്ടിൽ നിന്ന് പല നാട്ടിൽ നിന്നും വന്ന ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരും കൂടി ഒരുമിച്ച് അടിച്ച് പൊളിച്ച് പാട്ട് പാടി തുള്ളുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കറണ്ടോ ഒന്നുമില്ല. ഫോണിന് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ ഈ സമയം കണ്ട ഈ മൂഡ് കണ്ടെങ്കിൽ വിചാരിക്കും രാത്രി 12:30 ശേഷമാണ്. അല്ലെങ്കിൽ ശരിക്കും സത്യം പറഞ്ഞത് 6:30 ടൈം. 5 മണി കഴിയുമ്പോൾ തന്നെ ഇവിടെ മീൻസ് 5 മണിയല്ല 4 മണി കഴിയുമ്പോൾ തന്നെ സൂര്യൻ്റെ അവസ്ഥ വെച്ച് ഇരുട്ടാവാൻ തുടങ്ങും. അതാണ് നാഗാലാൻഡിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. अरे यार पूरा लंदन ठुमकदा क्या यार